ഹാ, നീ ഇങ്ങനെ ശോകം അടിച്ചിരിക്കല്ലേ എന്റെ പൊന്നളിയാ. ഒന്നുമില്ലെങ്കിൽ ഇന്ന് നിന്റെ കല്യാണം അല്ലായിരുന്നോ? അത് നീ ഏറ്റവും സ്വപ്നം കണ്ട് നടന്ന ആളുമായിട്ട്. അത് ആഘോഷിക്കുന്നതിന് പകരം നീ ഇവിടെ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കല്ലേ. ഞാനും അത് തന്നെ ഈ ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നീ കുറെ കൊല്ലമായിട്ട് ആഗ്രഹിച്ച് നടന്നൊരു കാര്യമല്ലേ, എന്നിട്ടിപ്പോ നടന്നപ്പോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഓ, റിഗ്രറ്റ് ആണോ മോനെ? വളഞ്ഞ വഴിയിലെ കാര്യം നടത്തിയതിന്റെ റിഗ്രറ്റ്? എടാ, ഇത് ഞാൻ ഇങ്ങനെയൊന്നും അല്ല മനസ്സിൽ കണ്ടത്. അത് നിനക്കും അറിയാലോ. നീ പറഞ്ഞ പോലെ അവളുടെ ഒരു തട്ടിക്കൂട്ട് ബോയ് ഫ്രണ്ട് ആവാൻ തന്നെയാണ് ഞാൻ വന്നത്. അത്രയും സമയം കൂടി ഇങ്ങനെ പാത്രം പതുങ്ങി അവളുടെ പുറകെ നടക്കാതെ ധൈര്യമായിട്ട് അവളുടെ കൂടെ നിൽക്കാലോ എന്ന് ഞാൻ ഓർത്തുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും ആ സമയം കൊണ്ട് അവളുടെ മനസ്സിലൊന്ന് കയറി പറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ കല്യാണം, അവളുടെ സമ്മതം ഇല്ലാതെ ഇതിങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ടിപ്പോ എന്താ പ്രശ്നം? ബോയ് ഫ്രണ്ടിന് പകരം കല്യാണം തന്നെ നടത്തി തന്നില്ലേ? നീ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ തന്നില്ലേ അവളുടെ മുത്തച്ഛൻ? ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാ പോരെ? ഇനി നിന്റെ സൗകര്യം പോലെ നിനക്ക് നിന്റെ ഭാര്യയെ നോക്കാനും ഒപ്പം നടക്കാനും ഒക്കെ പറ്റുമല്ലോ. ആരും ചോദിക്കാൻ വരില്ല. എന്താടാ, എന്താ ശരിക്കും നിന്റെ പ്രശ്നം? നിനക്കിപ്പോ അവളെ കെട്ടണ്ടായിരുന്നോ? വേണായിരുന്നു. പക്ഷെ അതിങ്ങനെയൊന്നും അല്ലായിരുന്നു നടക്കേണ്ടത്. നീ ഇന്ന് അവളുടെ മുഖം ശ്രദ്ധിച്ചോ? എന്നെ ഒന്നും മര്യാദയ്ക്ക് നോക്കിയിട്ട് പോലുമില്ല. എന്നോടുള്ള ദേഷ്യവും വെറുപ്പും അവളുടെ മുഖത്തൊന്നും എനിക്ക് വായിച്ചെടുക്കായിരുന്നു. ഇങ്ങനെ ആർക്കോ വേണ്ടി ഒന്നും നടക്കേണ്ടതായിരുന്നില്ല ഞങ്ങളുടെ കല്യാണം. അവളുടെ പൂർണ്ണ സമ്മതത്തോടെ സന്തോഷത്തോടെ വേണമായിരുന്നു ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ. അല്ലാതെ ഇതൊരു മാതിരി. അതിന് ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമായില്ലേ? പണ്ടൊക്കെ അവളെ നിന്നെ അവളുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ലായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ മുഴുവൻ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഇഷ്ടം പോലെ അവസരം കിട്ടും. അത് നീ നന്നായി ഒന്ന് ഉപയോഗിച്ചാൽ മതി. നിന്റെ ഭാര്യനെ നിനക്ക് വളച്ച കയ്യിലെടുക്കാം. നിനക്കിപ്പോഴും അവളെ ശരിക്കും മനസ്സിലായിട്ടില്ല യുഞ്ചി. ഇവന്റെ ഈ ഒടുക്കത്തെ സൗന്ദര്യവും പഞ്ചാരയുടെയും കേട്ട് മൂക്കും കുത്തി വീഴുന്ന പെമ്പിള്ളാരെയും നീ കണ്ടിട്ടുള്ളൂ. പക്ഷെ കുക്കീനെ ആ കൂട്ടത്തിൽ കൂട്ടുണ്ട മോളെ നീ. ഇവനൊന്നും ചെയ്യാതെ വെറുതെ അവിടെ അടുത്ത് പോയി നിന്നാ മതി, അവിടെ ചെമ്പറ് വെച്ചാൻ. ശരിക്കും എന്താണ് അവൾക്ക് നിന്നോട് ഇത്ര ദേഷ്യം? നിങ്ങൾ മൂന്നുപേരും ചെറുപ്പം പോലെ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നോ? ഇപ്പോഴും ചിമ്മി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. പിന്നെ നിന്നോട് മാത്രം അവൾക്ക് എന്താ ഇത്ര ദേഷ്യം? എന്റെ കുക്കിക്ക് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാ, അതെനിക്കറിയാം. അവളത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അയ്യോ എന്റെ പൊന്നോ, പുറത്ത് കാണിച്ചിടത്തോളം മതിയായി. അവളുടെ ഈ കരകവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ ബാക്കി മുഴുവൻ അനുഭവിച്ചതേ ഈ ഞാൻ. നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിലും അതൊന്നും മനസ്സിലാവില്ല. ഒരു ദിവസം നോക്കിക്കോ, അവള് തന്നെ എല്ലാരോടും പറയും അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അവള് തന്നെ എന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും. കണ്ടാ മതി. അയ്യോ, എന്താടാ അവന്? അയ്യോ, മനസ്സിലായില്ലേ? ഉത്തരം മുട്ടിയപ്പോ സാർ വിഷയം മാറ്റി എണീറ്റ് പോയതാ. പൊട്ടൻ. നീ ചോദിച്ചില്ലേ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നോന്ന്? ശരിക്കും ഞാനും കുക്കി ആയിരുന്നില്ല ഫ്രണ്ട്സ്. ആ പോയവനും കുക്കിയായിരുന്നു ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ്. എവിടെ പോണേലും വിച്ചു മതിയായിരുന്നു നമുക്ക്. വിച്ചു ഇത്, വിച്ചു അത്, വിച്ചു ഇങ്ങനെ ചെയ്, വിച്ചു അവിടെ പോവാം, വിച്ചു ഇങ്ങോട്ട് വാ. എന്റെ പൊന്നോ, അവളുടെ സകല താളത്തിനൊത്ത് തുള്ളിക്കൊണ്ട് അവളെ തലയെ കയറ്റി വെച്ചോണ്ട് നടന്നവനാ ഇപ്പൊ ഇറങ്ങിപ്പോയത്. ആ വിച്ചു, അത് അവക്ക് മാത്രം വിളിക്കാൻ വേണ്ടി അവൾ ഇട്ടുകൊടുത്തൊരു പേരാ. എന്തൊക്കെയായിരുന്നു എന്ന്. പിന്നെന്താ പറ്റിയേ? അവര് തമ്മിൽ അടിയായോ? 12th കഴിയണവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇവൻ ആ ബോധം വന്നത്. ഇത് കഴിഞ്ഞാ പിന്നെ മൂന്ന് വഴിക്കാവും. പിന്നെ എന്റെ കുക്കിക്ക് ആരുണ്ട്, എന്റെ കുക്കി എന്നെ വിട്ട് പോവില്ലേ, എന്തൊക്കെയായിരുന്നു. അപ്പോഴാ ആ നഗ്ന സത്യം സാർ മനസ്സിലാക്കിയത്. സാറിന് അവളോട് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല, മറിച്ച് നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമായിരുന്നു എന്ന്. പിന്നൊന്നും നോക്കിയില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നേരെ അങ്ങോട്ട് ചെല്ലുന്നു, അവളുടെ മുഖത്ത് നോക്കി കാര്യം പറയുന്നു. അവന്റെ വിചാരം അവക്കും തിരിച്ചവനെ ഇഷ്ടമായിരുന്നെന്നായിരുന്നു. എന്താ അങ്ങനെയല്ലായിരുന്നോ? അല്ല, അങ്ങനെയല്ലായിരുന്നു. അവൻ അങ്ങോട്ട് ഇഷ്ടാന്നും പറഞ്ഞ് ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അവള് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നടക്കില്ല എന്ന്. അവൾക്ക് നല്ല ഫ്രണ്ട്സായി തന്നെ മുമ്പോട്ട് പോകാനായിരുന്നു താല്പര്യം. പക്ഷെ ഇവൻ അതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അവന്റെ കൺട്രോൾ പോയി. പിന്നെ അങ്ങോട്ട് ഒരുമാതിരി പ്രാന്ത് പിടിച്ചവരെ പോലെ അവളെ അങ്ങോട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു. എനിക്ക് നിന്നെ മതി, നിനക്കും എന്നെ ഇഷ്ടാ, അത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, എന്തൊക്കെയോ പ്രാന്ത് പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കുക്കിക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഒരുപാട് ഇവൻ പുറകെ നടന്നൊന്നും മിണ്ടാൻ വേണ്ടിയിട്ട് അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒന്നും മിണ്ടിയൊക്കെ വന്നതായിരുന്നു നടക്കെ. പക്ഷെ ഇവൻ പിന്നെ ഇതിന്റെ കാര്യം പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കിയായിരുന്നു. നിനക്ക് പിന്നെ ഇഷ്ടാ, നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ അവള് പിന്നെ മിണ്ടാനൊന്നും വന്നില്ല. അങ്ങനെ അവിടെ തീർന്നതാ ആ ബന്ധം. അവക്ക് ഇഷ്ടമല്ലെന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാ ഇവനിങ്ങനെ അവളെ നിർബന്ധിക്കുന്നത്? ആരോടെങ്കിലും പിടിച്ചു വാങ്ങാൻ പറ്റിയൊരു കാര്യമായി സ്നേഹം എന്നൊക്കെ പറയുന്നത്?
ഞാനും അത് പറഞ്ഞതാന്നേ. പക്ഷെ അവൻ ഇപ്പോഴും പറയുന്നേ അവക്ക് ഇവനോട് തിരിച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അത് അവക്ക് ഇതുവരെ മനസ്സിലാവാഞ്ഞിട്ടാണെന്നൊക്കെയാ. ഒരു കണക്കിന് നോക്കിയാ ചില നേരത്തെ എനിക്കും തോന്നിയിട്ടുണ്ട് അവക്ക് ഇവനോട് തിരിച്ച് ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ എന്തോ അവക്ക് ഇവനെ നേരിട്ട് കണ്ടെടുത്ത് എറിയാനുള്ള ദേഷ്യ. ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ അവളെ പാവത്തിന് ഇങ്ങനെ പുറകെ നടത്തിക്കുന്നത്? ആർക്കാ ഇവനോടല്ലേലും നോ പറയാൻ തോന്നുന്നത്? അതിന് അവളുടെ പ്രശ്നം ഇവനല്ലല്ലോ. മാരേജ് എന്നൊരു കൺസെപ്റ്റിനോടെ അവക്ക് താല്പര്യമില്ല. നിനക്കറിയാലോ അവളുടെ പേരൻസിന്റെ കാര്യം. നല്ല രീതിയിൽ അവർക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവരിന്ന് ഡിവോഴ്സായി രണ്ട് വഴിക്കാവുന്നത് വരെ അനുഭവിച്ചത് മുഴുവൻ കുക്കിയ. അവരുടെ അടിയും വാശിയും കണ്ടു വളർന്ന ആരായാലും കെട്ടണോ വേണ്ടയോ എന്ന് 2 തവണയൊന്ന് ആലോചിക്കും. പക്ഷേ വിച്ചു അവൻ അങ്ങനെയൊന്നും അല്ലല്ലോ, അത് അവക്കും അറിയാലോ. നീ കേട്ടിട്ടില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന്. ഇനിയിപ്പോ എന്തായാലും അവന്റെ ആഗ്രഹം പോലെ കറങ്ങിത്തിരിഞ്ഞ് അവൾ അവന്റെ കയ്യിൽ തന്നെ വന്നല്ലോ. ഇനിയിപ്പോ എല്ലാം അവന്റെ കയ്യിലിട്ട് പോലെ ഇരിക്കും. അവന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരം. പക്ഷെ പൊട്ടനായോണ്ട് എന്താവും അറിഞ്ഞൂടാ. കുക്കി അവന്റെ കഴിവ് കൊണ്ട് വീഴുവോ അതോ അവന് ഇന്ന് തന്നെ മുറിഞ്ഞ് ചവിട്ടി പുറത്താക്കുവോന്ന് കണ്ടറിയണം. മിക്കവാറും ആ രണ്ടാമത് പറഞ്ഞ് നടക്കാനാണ് ചാൻസ്. മാഡം ഇതുവരെ വന്നില്ലേ? ഓ, വാഷ്റൂമിലാണോ? ദൈവമേ, വരുമ്പോ എന്താവോ എന്തോ, എന്നെ കൊല്ലാതിരുന്നാ മതിയായിരുന്നു. എന്റെ ദൈവമേ, ഇവളെന്റെ കൺട്രോൾ കളയും. അയ്യോ ആരാ? കുക്കി മോളെ അലറലടി, ഇത് ഞാനാ. എടാ വൃത്തിയിട്ടവനെ, നാണമുണ്ടോ നിനക്ക്? മിണ്ടാതിരുന്ന് സീ പിടിക്കാൻ ഇറങ്ങിപ്പോടാ എന്റെ മുറിന്ന്. ഞാനെന്തിനാ കാണിക്കുന്നേ? വഴിയെ പോകുന്ന ആരല്ലോ നോക്കിയത്? ഞാൻ എന്റെ സ്വന്തം ഭാര്യനെയല്ലേ നോക്കിയത്. ദേ ഞാനൊന്നും പറയുന്നില്ല, ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. ഒരു താലി കെട്ടിയ അധികാരം വെച്ചിട്ട് മണ്ടക്കറാൻ വന്നാണ്ടല്ലോ, ചവിട്ടി എല്ലൊടിക്കും ഞാൻ. നിനക്കല്ലേലും പണ്ടേ എന്നോടൊരു സ്നേഹമില്ല. ഇല്ല, അതറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പോഴും ഓരോന്ന് കാണിച്ച് ഇല്ലാത്ത സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നേ? ഒന്ന് വെറുതെ വിട്ടൂടെ എന്നെ. നിനക്കില്ലേലും എനിക്കുണ്ട്. നമുക്ക് 2 പേർക്കൂടെ ഒരുമിച്ചുള്ള സ്നേഹം ഞാൻ അങ്ങ് തന്നോളാം. എന്തായാലും ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്ന എന്റെ മോള് തൽക്കാലം സ്വപ്നം കാണണ്ട. ഇതെന്തൊരു ശല്യമാ എന്റെ ദൈവമേ. നിനക്ക് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഇനി നീ എന്തൊക്കെ ചെയ്താലും ഒരു കാലത്തും നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടം എനിക്ക് നിന്നോട് ഉണ്ടാകാനും പോകുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാ മോളെ, വെറും തോന്നല്. നിനക്ക് എന്നോട് ഒരു ഇഷ്ടമില്ലെന്ന് നീ എത്ര തവണ നിന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. ഇന്നെങ്കിലും ഒരിക്കൽ നീ നിന്റെ ഇഷ്ടം മനസ്സിലാക്കും. അതുവരെ ഞാൻ തൽക്കാലം കാത്തിരുന്നോളാം. ഓ, നിന്റെ ഈ വാശി കാണുമ്പോഴാ എനിക്ക് നിന്നോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഇനി ഒരു 100 കൊല്ലം നീ തപസ്സിരുന്നാലും നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പട്ടി എങ്ങോട്ടൊക്കെ നിന്റെ കണ്ണു പോന്നേ? യു പെർഫെക്റ്റ്. ഇപ്പൊ ഇറങ്ങണം എന്റെ റൂമിൽ നിന്ന്. അത് പിന്നെ നീ ഇമ്മാതിരി കോലം കൊണ്ടതിന് മുമ്പേ വന്ന് നിന്നാ അയ്യോ അടിക്കില്ലടി. സത്യം ഇട്ടിട്ട് നോക്കൂല. മോളെ കുക്കി, കഥവ് തുറക്ക്. പോയാ ഡോറ് തുറന്നു നോക്കാരാന്ന്. ഞാൻ ഒന്ന് പോയി ഡ്രസ്സ് മാറട്ടെ. മോനെ, കുക്കി എവിടെ? അവള് വാഷ്റൂമിൽ മുത്തശ്ശി. എന്താ പറ്റിയേ? ഈ കുട്ടിയുടെ ഒരു കാര്യം മോനറിയാലോ, അവക്ക് നമ്മുടെ ആചാരങ്ങളിലൊന്നും തീരെ വിശ്വാസമില്ല. മോനും ചിലപ്പോ കാണില്ലായിരിക്കും, എന്നാലും ഞങ്ങളുടെ ഓരോരോ വിശ്വാസങ്ങളല്ലേ ഇതൊക്കെ. എന്നാ മോനിത് പിടിച്ചേ. ഇതൊരു ഗ്ലാസ് പാലാ, പിന്നെ കുറച്ച് മുല്ലപ്പൂവും കുറച്ച് ഫ്രൂട്ട്സും. ഈ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയതായിരുന്നു. അവള് സമ്മതിച്ചില്ല. മോനൊന്നും തോന്നരുത് കേട്ടോ. ഏയ്, അതിനൊക്കെ എന്ത് കാര്യം ഇരിക്കുന്ന മുത്തശ്ശി? അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അവളെ എനിക്കറിയാലോ. പാവം എന്റെ കുട്ടി. എന്നാ അവള് വരുന്നതിന് മുന്നേ മോൻ ഇതങ്ങോട്ട് വെച്ചേക്ക്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോ അവക്കത് ഇഷ്ടപ്പെടില്ല. മോനാവുമ്പോ പിന്നെ കുഴപ്പമില്ലായിരിക്കുമല്ലോ. ചടങ്ങുകളൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. എന്നാ ശരി, മോനങ്ങോട്ട് ചെല്ല. മുത്തശ്ശി പോട്ടെ. ശരി മുത്തശ്ശി. ആരാ വന്നത്? മുത്തശ്ശിയാണോ?
ഉം, പാല് എന്താണ്? കുടിക്കുന്നേ. പകുതി മതി കേട്ടോ, ബാക്കി പകുതി എനിക്ക്. നിനക്കെന്താ വയ്യേ? ഷോ, അങ്ങോട്ട് കുടിക്കുന്നേ. അയ്യ, തന്നെ അങ്ങ് കുടിച്ചാ മതി. എന്നിട്ട് ആ മുല്ലപ്പൂ കൂടെ ഇട്ട് ചൂടി നോക്കണം, ഉറങ്ങിക്കോട്ടോ. പാല് കുടിപ്പിക്കാൻ വന്നിരിക്കുന്നു. അൺറൊമാൻറ്റിക് കിട്ടിയവള് എന്റെ ഒരു വിധി. എന്തെങ്കിലും ഒരിക്കൽ നീ നിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും കുട്ടി. അത് നീ പഴയ പോലെ എൻ്റെ അടുത്ത് വരും, എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ നിന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുക എന്റെ പൊന്ന് കുക്കി. ആ കുക്കി, നീ വന്നോ? ഇരിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിന്നോടാരാ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞത്? തൽക്കാലം നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചോളാം. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. ഞാനാണ് നിന്റെ ഫേവറേറ്റ് അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതാ. ആ പക്ഷെ പോട്ടെ, നിനക്ക് വേണ്ടാന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, എന്തൊരു മണം എന്റെ സാറേ. ആ പക്ഷെ പോട്ടെ, നിനക്ക് വേണ്ടെങ്കി ഇപ്പൊ എന്താ ചെയ്യാ? ശരിയാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ കാണുന്നാലല്ല, അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാൻ തോന്നുന്നു. ആ, രണ്ടെണ്ണം എടുക്ക്. ഇനിയിപ്പോ ഫുഡൊക്കെ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നേ? എനിക്കതൊന്നും തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കാം. ഏയ്, അത് സാരമില്ല. കുറച്ച് കഷ്ടപ്പെട്ടാണേലും ഞാൻ തന്നെ മുഴുവൻ കുത്തിയിരുന്ന് കഴിച്ചോളാന്നേ. ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഓ, വലിയ മനസ്സ് തന്നെ. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടായോ? വലിയ കുഴപ്പമില്ല. എന്നാ ഒന്നുകൂടെ കഴിക്കേ. ഇല്ലെങ്കിൽ അതും വേസ്റ്റ് ആയി പോകുന്നേ, അതുകൊണ്ട് മാത്രം, സത്യമായിട്ടും. നമ്മള് പ്രതീക്ഷിച്ച പോലെ വലിയ പൊട്ടലും ചെല്ലും ഒന്നും ഇതുവരെ ഉണ്ടായില്ലെന്നാ തോന്നുന്നത്. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഏയ്, കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും ഇതുവരെ അവനെ അവളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ലല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ആ, പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു. ഇനി നേരിട്ട് ചോദിച്ചോ പ്രോഗ്രസ് എന്തൊക്കെയാന്ന്. ഇത് എന്താണ് നിന്റെ കയ്യില്? ഉണ്ടാവോ? നീ എന്താ ഇവിടെ വല്ല അന്നദാനം നടത്താൻ വന്നതാ? ഒന്ന് പോടി, ഇതെന്നെ കുക്കിക്കുള്ള ലഞ്ചാ. അയ്യോ, ഇത്രയൊക്കെ കഴിക്കുന്നവളെ കണ്ടാ പറയില്ല കേട്ടോ. ഓ, ദൈവത്തെ ഓർത്ത് കണ്ണ് വെക്കല്ലേ. അവള് വയറ് നിറച്ച് എന്തേലും ഒന്ന് കഴിച്ചോട്ടെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അരെ വാ, പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഭർത്താവിന് ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുവരുന്ന ഉത്തമയായ ഭാര്യ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് പോടാ അവിടുന്ന്. അയ്യടാ, ഹാൻഡ് ചിരി നോക്ക്. ഓ, എന്തൊക്കെ കാണണം. ഇപ്പൊ ഭർത്താവ് വന്ന് ഊട്ടിക്കൊടുത്താലേ വായിന്ന് ചോറിറങ്ങും. പുതിയ പുതിയ ഓരോ ശീലങ്ങളെ. ഒന്ന് പോടാ അവിടുന്ന്. അവിടെ മനസ്സിലേക്ക് കയറാൻ എനിക്ക് ആകെയുള്ളൊരു വഴിയാ എന്തെങ്കിലും തിന്നാൻ വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്. ഇതല്ലാതെ വേറൊരു കാര്യത്തിനും അവളെന്നെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല. ഇനി പറഞ്ഞ് രണ്ടും കൂടി ഈ വഴിയും കൊണ്ട് അടപ്പിക്കരുത് ദയവ് ചെയ്ത്. അല്ലെങ്കിൽ നിന്നോടൊന്നും ഇവിടെ മുണ്ടിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് നേരെയില്ല. ഞാൻ പോവാ, എന്റെ കുക്കിക്ക് വിശക്കുന്നുണ്ടായിരിക്കും. അയ്യോ, എനിക്ക് വയ്യ, എന്തൊക്കെ കാണണോ. ഡാർലിംഗ്, ഞാൻ വന്നു. നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അത് പിന്നെ എന്റെ കുക്കി പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുമെന്ന് ഓർത്തിട്ടല്ലേ, അതുകൊണ്ട് ലഞ്ച് കൊണ്ട് തരാന്ന് കരുതി. വാ, നമുക്ക് കഴിക്കാം. നിനക്ക് വിശക്കുന്നേ തന്നെ ഇരുന്നും കഴിച്ചാ പോരെ, എന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വന്ന് എന്റെ സമയം കൂടെ കളയുന്നേ? ഓ പിന്നെ, ഫുഡ് കഴിച്ചിട്ടുള്ള പണിയൊക്കെ മതി. അതിന് പോകുന്ന സമയം അങ്ങ് പോട്ടേന്ന് വെക്കണം. ഇപ്പൊ നീ ഇങ്ങി വന്നേ, ഞാൻ വീണ്ടും നിന്റെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കഴിക്കാം. ഇങ്ങി വാ.
നിനക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തോണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും നാളെ സിമ്മിയുടെ ചെലവില് കഴിഞ്ഞു. ഇപ്പൊ ഒന്നും ചെയ്യാതെ തന്നെ 2000 രൂപയല്ലേ ഡെയിലി അക്കൗണ്ടിൽ കയറുന്നത്. വെറുതെ ഇങ്ങനെയാന്ന് എന്നെ ശല്യം ചെയ്താൽ പോലെ നിനക്ക്. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഈ കമ്പനി ഓടുന്നതേ എന്റെ നിലയിൽ കൂടെയാ. നിന്നെ പോലെ വെറുതെ ഇരിക്കുകയല്ല ഞാനിവിടെ. അത് ഞാനിതിവിടെ വെച്ചേക്കാം. നീ ഫ്രീ ആകുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. അപ്പൊ ശരി, ഞാൻ പോട്ടെ. നമുക്ക് വൈകിട്ട് കാണാം. നീ ഇത്ര പെട്ടെന്ന് പോവാണോ? കഴിച്ചു കഴിഞ്ഞോ? ഇല്ലടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. എടാ നിക്ക്. പോയോ? കുക്കി, നീ എന്താ അവനോട് പറഞ്ഞത്? അവൻ എന്തിനോട് വിഷമിച്ചിറങ്ങിപ്പോയത്? ചിമ്മി, അത് ഞാൻ പെണ്ണായി പോയി, അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല. ചിമ്മി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവനെ വെറുതെ ഒന്ന് ചൊറിയാൻ വേണ്ടി. നിർത്ത്, മതി. എനിക്ക് നിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട. നീ എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ഇനി മേല അവനോട് ഇങ്ങനെ സംസാരിക്കരുത്. അവന്റെ ചെലവ് എത്ര നാൾ നോക്കിയത് ഞാനാണെങ്കിലേ അതിന് നിനക്കെന്താ? അവനെ ഞാൻ എന്റെ വെറും കൂട്ടുകാരനായിട്ടല്ല കണ്ടിട്ടുള്ളത്. അവനെ എന്റെ കൂടപ്പറപ്പാ. അവനും വേണ്ട ചെലവാക്കിയ ഒരു പൈസക്ക് ഞാൻ ഇന്നേ വരെ കണക്ക് സൂക്ഷിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അതൊന്നും നീ തിരക്കാൻ വരേണ്ട കാര്യമില്ല. ചിമ്മി, ഞാൻ സത്യമായിട്ടും 4 മാസം മുന്നേ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായത് മോൾ ഓർക്കുന്നുണ്ടോ? അന്ന് കൈയും കാലും ഒടിഞ്ഞൊന്ന് അനങ്ങാൻ പോലും മേലാത്ത കട്ടിലെ കിടന്ന് എന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിയതേ അവനാ. അതൊന്നും അവൻ ചെയ്തത് തിരിച്ചൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധമേ അങ്ങനെയാ. കൊടുത്തും വാങ്ങിയും തന്നെയാ ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ നീ പറഞ്ഞല്ലോ അവൻ ഇത്ര നാൾ എന്നെ യൂസ് ചെയ്യാ ജീവിച്ചതെന്ന്. എന്നാര് പറഞ്ഞു നിന്നോട്? അവന്റെ പേരിൽ കോടികളാ വാങ്ങി കിടക്കുന്നത്. അതറിയോ നിനക്ക്? കേസ് നടത്തിയപ്പോ മരിച്ചുപോയ അവന്റെ അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ഇനി ഇവന്റെ പേരിലാണ് ഉള്ളത്. അതറിയോ നിനക്ക്? പക്ഷെ അതിൽ നിന്നൊരു നയാ പൈസ പോലും ഇതുവരെ അവൻ ചെലവാക്കിയിട്ടില്ല. അവൻ അതിന്റെ ആവശ്യമില്ല. ദൈവം അറിഞ്ഞു കൊടുത്തൊരു കഴിവ് അവന് വരയ്ക്കാനുണ്ട്. ആ ഒരു കഴിവ് മാത്രം മതി അവന്റെ ചെലവ് മുഴുവൻ നോക്കാൻ. അറിയോ നിനക്ക്? നീ അതൊക്കെ എങ്ങനെ അറിയാനാ? അവനെ ആട്ടിപ്പായിക്കാനല്ലാതെ വേറെ എന്താ നിനക്ക് അറിയാവുന്നത്? ഇതിനു മാത്രം നിനക്ക് അവനോട് ദേഷ്യം തോന്നാൻ അവൻ എന്താ ചെയ്തെന്നും എനിക്കറിയില്ല. ആ പാവത്തിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി. അതാ എത്ര ആട്ടി വിട്ടിട്ടും പട്ടിയെ പോലെ പിന്നെയും പിന്നെ നിന്റെ പുറകെ വരുന്നത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സ്നേഹം അറിയാനുള്ള യോഗ്യത നിനക്കില്ല. അത്രയും ഞാൻ പറയൂ. നിനക്ക് അതിനുള്ള വിധിയില്ലാന്ന് കരുതിയാൽ മതി. ഇനി അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ ഇതുവരെ കണ്ട ചിമ്മിയാവില്ല മോളെ നീ കാണുന്നത്. ഓർത്ത് വെച്ചോ നീ. എന്റെയും ചിമ്മിയുടെയും കല്യാണം ഉറപ്പിച്ച കാര്യം മാഡം അറിഞ്ഞു കാണുമല്ലോ. അത് ചിമ്മി പറഞ്ഞിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു മാഡം. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ റിലേഷനിലായിട്ട് ഇപ്പോ ഏകദേശം 8 വർഷമായി. പക്ഷെ ഇപ്പോഴും അവനോട് ഞാനാണോ അത് അവന്റെ ചങ്കാണോ വലുതെന്ന് ചോദിച്ചാ അവനത് ആലോചിക്കുന്ന സമയം പോലും വേണ്ട. ഉടനെ പറയും അത് അവനവന്റെ അളിയൻ തന്നെയാണ് വലുതെന്ന്. ആദ്യമൊക്കെ അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ അടിയുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്കെന്നല്ല വേറെ ആർക്കും അവന്റെ ലൈഫിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അത് അവന്റെ ചങ്കാണ്. അവരുടെ ബോണ്ട് അത്രയ്ക്ക് സ്പെഷ്യലാ. നമുക്കൊന്നും അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത് പറഞ്ഞുള്ള അടികളിൽ ഒന്ന് നിർത്തി. പറഞ്ഞ കാര്യമെന്നറിയാം. പക്ഷെ ഇപ്പൊ എനിക്കതൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് മനസ്സിലാവും അവരുടെ ആ ബോണ്ട്. അതുകൊണ്ട് തന്നെയാ വരുൺ ഇവിടെ നിന്ന് കരഞ്ഞും ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോ അവൻ അത്രയ്ക്ക് ദേഷ്യം വന്നത്. എനിക്ക് മനസ്സിലായി അഞ്ജി, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയായിരുന്നു.
തെറ്റ് ആർക്കും പറ്റും മാഡം, പക്ഷെ അത് തിരുത്താനുള്ള മനസ്സുണ്ടാകുന്നതല്ല കാര്യം. വരുണിനോട് എന്താ ജാൻവിക്ക് ഇത്ര ദേഷ്യമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ആ പാവത്തിന്റെ സ്നേഹം നീ എത്ര നാളിങ്ങനെ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റും? അവന്റെ മനസ്സ് നിറയെ മാഡം മാത്രമേ ഉള്ളൂ. അത് ആരേക്കാൾ നന്നായി എനിക്കും ജമിക്കും അറിയാം. അവന്റെ ലോകം തന്നെ മാഡം മാത്രം. അവൻ അത്രയ്ക്ക് ജാൻവി ഇഷ്ടായിട്ടാ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അയ്യോ തേഞ്ഞു പൊട്ടൻ. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് കരകടിപ്പിക്കാൻ നോക്കുമ്പോഴാ അവന്റെ മുടുക്കത്തെ ഒരു പഞ്ചാരയടി. ദൈവമേ, നോട്ടം കണ്ടിട്ടുള്ള ഇന്നവനെ കൊല്ലുന്നാണല്ലോ തോന്നുന്നേ. അയ്യോ കുക്കി, കുക്കി നീ ഇതെന്താ? നമുക്ക് വീട്ടിൽ പോവാം. കുക്കി അത് ഞാൻ വീട്ടിൽ പോവാന്നല്ലേ പറഞ്ഞത്? കുക്കി വേണ്ട, മാറി നിൽക്കി. നീ കുടിച്ചിട്ടുണ്ട്. നിനക്ക് നാളെ ബോധം വരുമ്പോ നീ ഇത് വല്ലാണ്ട് റിഗ്രറ്റ് ചെയ്യും. മാറി നിൽക്കിപ്പോ. എനിക്കിത് വേണം. എനിക്ക് നിന്നെ വേണം. Just fuck me. I said just fuck me. കുക്കി വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഓ, എന്താ നിനക്കിപ്പോ വേണ്ടാത്തെ? ഞാൻ പോരാൻ തോന്നുന്നുണ്ടോ? അവള് മതിയോ നിനക്ക്? ഞാൻ കാണിച്ചു തരാടി നിനക്ക് എനിക്ക് ആരെയാ വേണ്ടതെന്ന്. Show me how much you love me. മിണ്ടിപ്പോരുത്. ഇനി നിന്റെ ശബ്ദം ഇവിടെ കേൾക്കണ്ട. ഇനി ഞാൻ മിണ്ടിക്കോളാം. It's